എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അതിന് പ്രപഞ്ചത്തിൻ്റെ ഊർജം കൂടി നമുക്കൊപ്പം ഉണ്ടെങ്കിലോ? 2026 മെയ് 16 ശനിയാഴ്ച വരാനിരിക്കുന്ന കർത്തവാവ് അത്തരത്തിൽ വളരെ സവിശേഷമായ ഒന്നാണ്. ജ്യോതിഷപരമായി ഇടവൻ രാശി സംഭവിക്കുന്ന ഈ കർത്തവാവ് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും മനഃശാന്തിക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഈ കർത്തവാവ് ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഈ ന്യൂ മൂൺ ഡേയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഈസിയായി നേടിയെടുക്കാൻ വേണ്ടി കഴിയും. എങ്ങനെ കൃത്യമായി ഒരു മാനിഫെസ്റ്റേഷൻ വീട്ടിൽ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ന്യൂ മൂൺ ഡേ എന്നാൽ പുതിയ തുടക്കങ്ങളുടെ സമയമാണ്. ഈ മാസത്തെ പ്രത്യേകത ഇത് ഇടവം രാശിയിൽ വരുന്നു എന്നതാണ്. ഇടവം രാശി എന്നത് ഭൂമിയുടെ മൂലകമായും ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണമിടപാടുകൾ, പുതിയ വരുമാന മാർഗങ്ങൾ എന്നിവയ്ക്ക് ഈ മാസം വളരെ അനുകൂലമായ സമയമാണ്. അലഞ്ഞു തിരിയുന്ന മനസ്സുകളെ ഒന്ന് ശാന്തമാക്കാനും ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരാനും ഈ ഊർജം സഹായിക്കും. നമ്മളെ തന്നെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പഠിപ്പിക്കുന്ന സമയം കൂടിയാണിത്. ഈ ദിവസം നിങ്ങൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ വെറും ആഗ്രഹങ്ങളല്ല, മറിച്ച് വരും കാലത്തെക്കുറിച്ചുള്ള ഉറച്ച അടിത്തറയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ന്യൂ മൂൺ ഡേ മിസ്സാക്കാതെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 16-ാം തീയതി രാത്രി 11 മണിക്ക് മുൻപ് തന്നെ ഈ മാനിഫെസ്റ്റേഷൻ പൂർത്തിയാക്കുക. മാനിഫെസ്റ്റേഷന്റെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത് ശുദ്ധീകരണ പ്രക്രിയയാണ്. നിങ്ങളുടെ മനസ്സിൽ അലയടിക്കുന്ന ആവശ്യമില്ലാത്ത ഭയം, ഉത്കണ്ഠ എന്നിവയെ നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്യുന്നു. ആദ്യം ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ പേപ്പറിലേക്ക് എഴുതുക. നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ വീണ്ടും വെള്ളം ഒഴിക്കാനാകില്ല എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠ, ഭയം എന്നിവയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധ്യമാകില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയതിന് ശേഷം ഒരു മെഴുകുതിരി ഉപയോഗിച്ച് ആ പേപ്പർ കത്തിച്ച് കളയാം. ഇതിലൂടെ മാനിഫെസ്റ്റേഷന്റെ 1-ാം ഘട്ടമായ ക്ലെൻസിങ് പൂർത്തിയാക്കാൻ കഴിയും. ഇനിയാണ് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശാന്തമായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതിനുശേഷം കണ്ണുകളടച്ച് ദീർഘമായി 3 തവണ ശ്വാസം എടുത്തു വിടുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായി അനുഭവിക്കുക. ഞാനിപ്പോൾ പൂർണ്ണമായി ശാന്തനാണ് എന്ന് മനസ്സിൽ പറയുക. ഈ ഇടവൻ രാശിയുടെ പൂർണ്ണമായ ഊർജം സ്വീകരിക്കാൻ എൻ്റെ ശരീരം തയ്യാറായിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ആ കാര്യമുണ്ടല്ലോ, അതൊരു പേപ്പറിലേക്ക് എഴുതുക. നിങ്ങൾ ഈ കാര്യങ്ങൾ എഴുതുമ്പോൾ പ്രസന്റ് ടെൻസിലായിരിക്കാനും വളരെ സ്പെസിഫിക് ആയിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കൊരു ജോലി കിട്ടുമെന്നല്ല നിങ്ങൾ എഴുതേണ്ടത്. പകരം എനിക്ക് ലഭിച്ച മികച്ച ജോലിയിൽ ഞാൻ വളരെ സന്തോഷവാനാണെന്ന് വേണം എഴുതാൻ. അതായത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ലഭിച്ച ജോലിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ വേണം അതിനകത്ത് നൽകാൻ. ഓരോ വാചകത്തിന് ശേഷവും താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുകയും വേണം. ഇത് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു ലെറ്റർ രൂപത്തിൽ എഴുതാം. ഇടവം രാശി സ്ഥിരതയെ ആഗ്രഹിക്കുന്നതിനാൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകി അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതിനുശേഷം ആ പേപ്പർ തുറന്നു പിടിച്ച് നിങ്ങൾ എഴുതിയ ആഗ്രഹം ഉറക്കെ വായിക്കുക. അടുത്തുള്ളവരെല്ലാം കേൾക്കണമെന്നില്ല, നിങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ മാത്രം നിങ്ങളത് വായിക്കുക. അതിനുശേഷം കണ്ണുകളടച്ച് ആ ആഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ സങ്കല്പിക്കുക. ഒരു 5 മിനിറ്റ് ശാന്തമായി നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക.
ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വൈറ്റ് ബോർഡ് ഉള്ളതായി മനസ്സിൽ കരുതുക. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എഴുതിയതായി നിങ്ങൾ സങ്കല്പിക്കുക. ആ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല ആവർത്തി വായിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വായിച്ചതിന് ശേഷം നിങ്ങൾക്കത് ലഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സന്തോഷം ആസ്വദിക്കുക, അനുഭവിക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ പേപ്പർ മടക്കി സുരക്ഷിതമായൊരു സ്ഥലത്ത് വയ്ക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെക്കാം. സുഹൃത്തുക്കളെ, 2026 മെയ് മാസത്തിലെ ഈ ന്യൂ മൂൺ രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായനത്തിൻ്റെ തുടക്കമാകട്ടെ. വിശ്വസിക്കുക, നിങ്ങൾ അർഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ന്യൂ മൂൺ ഡേ ആശംസിക്കുന്നു.